साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। അഹമാകാശവത് സർവം ബഹിരന്തർഗതോച്യുത സദാ സർവസമസിദ്ധോ നിസ്സംഗോ നിർമ്മലോചല. അല്ലേ? കഴിഞ്ഞില്ല. അഹമാകാശവത് സർവം ബഹിരന്തർഗതോച്യുത സദാ സർവസമസിദ്ധോ നിസ്സംഗോ നിർമ്മലോചലഃ. അഹം ആകാശവത് സർവം. അഹം ഞാൻ, ആകാശവത് ആകാശം പോലെ, സർവം ബഹിരന്തർഗതോച്യുതം എല്ലാറ്റിൻ്റെയും അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നവനാണ്. ച്യുതിയില്ലാത്തവനാണ്. ച്യുതിയില്ലാത്തവനാണ്, അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നവനാണ്. ആകാശം പോലെ. ഞാൻ അച്യുതനാണ്, ച്യുതിയില്ലാത്തവൻ. സദാ സർവസമസിദ്ധോ എല്ലാ കാലത്തും എല്ലാറ്റിലും തുല്യമായിരിക്കുന്നവനാണ്. സിദ്ധനാണ്. പിന്നെയോ നിസ്സംഗനാണ്, നിർമ്മലനാണ്, അചലനാണ്, ചലനമില്ലാത്തവനാണ്. ഇവിടെ അനാത്മാവിനെ നിഷേധിച്ചതിന് ശേഷം ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ വർണ്ണിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇതുവരെ ചെയ്തതൊക്കെ നേതി മാർഗത്തിൽ കൂടി അനാത്മാവിനെ നിഷേധിച്ചു. ഇതുവരെ ചെയ്തത് കഥ. ഇനി ആത്മാ എന്താണെന്ന്, അതിന് ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ വർണ്ണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ അഹം ആകാശം പോലെ എല്ലാറ്റിൻ്റെയും അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നവനാണ്. ഞാൻ അച്യുതനാണ്, എല്ലാ കാലത്തും എല്ലാറ്റിലും തുല്യമായിരിക്കുന്നവനാണ്. സിദ്ധനാണ്, നിസ്സംഗനാണ്, നിർമ്മലനാണ്, ചലനമില്ലാത്തവനുമാണ്, സർവവ്യാപിയാണ്. വ്യാപിച്ചിരിക്കുന്നവനാണെന്ന് പറയുമ്പോൾ അതിന് എങ്ങനെ നിർവചനം കൊടുക്കുന്നതാണ് ഒന്ന് ചിന്തിക്കേണ്ടത്. സത്ത, പ്രകാശം, ആനന്ദം, ഈ മൂന്ന് ഭാവത്തിലാണ് ആത്മാവ് എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ സർവവ്യാപി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും സ്ഥിതി ചെയ്യാം? സത്തായിട്ട്. സത്ത്. ഓം തത് സത് ഇതി ത്രിവിധ സ്മൃത. മൂന്ന് പ്രകാരത്തിൽ ബ്രഹ്മനിർദ്ദേശം ചെയ്യുന്നു പറയുന്നു. ഓം തത് സത്. അപ്പൊ സത്തായിട്ടൊന്നുമില്ലെന്നാൽ സത്പ്രീതി ജനിക്കുമോ? സത്ത് എന്നൊന്നില്ലെങ്കിൽ ഇവിടെ യാതൊന്നും ഉള്ളതായി ഭവിക്കുന്നില്ല. സത്ത് എന്ന് പറയുമ്പോൾ ഉണ്മ. സത്തായതുകൊണ്ട് അത് സത്യമാണ്. സത്യമേ സത്താവൂ, സത്തേ സത്യമാവൂ. അതുകൊണ്ട് ആ സത്ത്, ഇപ്പൊ സത്യം എന്ന് പറയുമ്പോൾ ത്രികാലബാധാരഹിതം എന്നൊക്കെ പറയാം. മാറുന്ന അവസ്ഥകൾക്ക് മാറാത്ത അടിസ്ഥാനമായി, അഥവാ തനുത്രയം സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾക്കും അടിസ്ഥാന സദ്വസ്തുവായി, ജാഗ്രസ്വപ്ന സുഷുപ്തിക്കും ഈ അവസ്ഥാത്രയ സാക്ഷിയായി ഒക്കെ നിലകൊള്ളുന്ന യാതൊരു ഉണ്മയുണ്ടോ, സത്തയുണ്ടോ? അപ്പോൾ ഈ സർവവ്യാപി എന്ന് പറയുമ്പോൾ അവിടെ വേറെ ഒരു പേരും കൊടുത്തുകൂടാ.
സത്ത് എന്ന് കൊടുക്കാം. പിന്നെ എന്ത് കൊടുക്കാം? പ്രകാശം എന്ന് കൊടുക്കാം. പ്രകാശം എന്ന് കൊടുക്കാം. പിന്നെ എന്ത് കൊടുക്കാം? ആനന്ദം എന്ന് കൊടുക്കാം. അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അല്ലാതെ ഒരു വസ്തു പരിമിതിയിൽ ഒതുങ്ങുന്ന പേരുകളൊന്നും ഈ ആത്മസംബന്ധമായി കൊടുക്കാൻ പറ്റില്ല. ആനന്ദം എന്നുള്ളത് എങ്ങനെയാ ഇന്നതെന്ന് നിർദ്ദേശിക്കാൻ നമുക്ക് സാധ്യമല്ല. സുഖം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിർദ്ദേശിക്കാൻ കഴിഞ്ഞേക്കാം, പ്രയാസമാണ്. സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിർവചനം കൊടുക്കാൻ. അനുകൂല വേദനീയം സുഖം, പ്രതികൂല വേദനീയം ദുഃഖം എന്നൊക്കെ നിർവചിക്കാമെങ്കിലും വ്യക്തമായ ഒരു നിർദ്ദേശം കൊടുക്കാനൊന്നും സാധ്യമല്ല. ഇന്നത് സുഖമാണ്, ഇന്നത് ദുഃഖമാണെന്നൊന്നും. നിരതിശയ സുഖപ്രാപ്തിക്ക് പറയുന്ന പേരാണ് ആനന്ദം എന്നുള്ളത്. നിരതിശയ സുഖപ്രാപ്തി എന്നുള്ളതും സ്വാനുഭവത്തിലെത്തിയവർക്ക് അറിയുന്ന വിഷയമാണ്. അല്ലാതെ അത് ഇന്നതുപോലെ ആവുമെന്നൊന്നും പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ആനന്ദം എന്നുള്ളത് ഇന്നതെന്ന് നിർദ്ദേശിക്കാൻ കഴിയാത്ത, അത് ഏതിനെ ചേരുള്ളൂ? ആത്മാ സംബന്ധിയായതിനെ, ആത്മാവിന്, അല്ലെങ്കിൽ ആത്മവത്, ആത്മാവിനെ പോലെ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെ ആകാശം പോലെ എന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ ഇവിടെ ആത്മാവിന് ഏതാ ചേരുകയെന്ന് വെച്ചാൽ ഇതേ പറ്റൂ. ഏത്? സത്ത, അല്ലെങ്കിൽ പ്രകാശം, അല്ലെങ്കിൽ ആനന്ദം. ഈ മൂന്ന് ഭാവത്തിൽ ആത്മാവ് എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് ആകാശം പോലെ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നതാണ് എന്ന് നിർവചിക്കുക ചെയ്യുന്നു. വെറുതെ അങ്ങോട്ട് പറയല്ല. അച്യുതൻ എന്ന് പറഞ്ഞാലോ? അച്യുതൻ, ച്യുതിയില്ലാത്ത, അച്യുതൻ കേശവൻ രാമനാരായണൻ എന്നൊക്കെ പറഞ്ഞോല്ലേ, ഒരുപാട് പേരുകൾ പറഞ്ഞോല്ലേ അല്ലേ? അച്യുതൻ എന്ന് പറയുമ്പോൾ ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവൻ, നാശരഹിതൻ. കേശവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ക+ആ+, ഈശ കേശവ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും കാരണഭൂതമായിരിക്കുന്ന യാതൊരു തത്വമുണ്ടോ അത് എന്നൊക്കെ പറയാം. പരമാത്മാ എന്ന് പറയാം. ഇവിടെ അപ്പൊ അച്യുതൻ എന്ന് പറയുമ്പോൾ തന്റെ സ്വരൂപത്തിൽ നിന്ന് ഒരിക്കലും ച്യുതിയില്ലാത്തവൻ, ച്യുതനാകാത്തവൻ, സ്വരൂപത്തിൽ നിന്ന് ഒരിക്കലും മാറ്റം വരാത്തവൻ. അതാണ് ആര്? ആത്മാ. പിന്നെ പറയുന്നത് എല്ലാറ്റിലും അത് തുല്യനായിരിക്കണം. ചിലരോടൊരു പ്രത്യേകത അങ്ങനെയൊന്നുമില്ല. ചിലരൊക്കെ ഈശ്വരന്റെ അടുത്ത ആൾക്കാർ, ചിലർ ഈശ്വരന്റെ വിട്ട ആൾക്കാർ, അല്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അപ്പൊ തുല്യനാവും. നമ്മൾ പറയുന്നത് ഭാഷ അതൊക്കെ. ഈശ്വരന്റെ അടുത്ത ആളാണ് അയാൾ, അല്ലേ? അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഈശ്വരന്റെ അടുത്ത ആൾക്കാരും ഈശ്വരന്റെ വിട്ട ആൾക്കാരും അങ്ങനെയൊന്നുമില്ല. എല്ലാവരും തുല്യരായിരിക്കും. അപ്പൊ ആരായിരിക്കും? എങ്ങനെയായിരിക്കും? അന്തരാത്മരൂപത്തിൽ, സത്താരൂപത്തിൽ എല്ലാ വസ്തുക്കളിലും ഒരുപോലെ ഏകനായി സ്ഥിതി ചെയ്യുക. അന്തരാത്മാ, അന്തർവർത്തിയായി ആത്മാ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന ഭാവത്തിൽ എല്ലാറ്റിലും തുല്യമായി നിലകൊള്ളുക. ആ ഞാനിന് ഏറ്റക്കുറച്ചിലുകളില്ല. എല്ലാറ്റിലും ഞാൻ സമനാണ്. ബാക്കി എന്തിന് അസമത്വം ഉണ്ടെങ്കിലും ഞാൻ എന്നുള്ളത് എല്ലാറ്റിലും ഏകവചനമായി നിലകൊള്ളുകയാണ്. ഞാനിന് വ്യത്യാസങ്ങളില്ല, അല്ലേ? ഞാൻ കറുത്തതാണെന്നോ, ഞാൻ വെളുത്തതാണെന്നോ, ഞാൻ വലിയവനാണെന്നോ, ഞാൻ ചെറിയവനാണെന്നോ, ഞാൻ അറിവുള്ളവനാണെന്നോ, ഞാൻ അറിവില്ലാത്തവനാണെന്നോ, ബ്രഹ്മചാരിയാണെന്നോ, സന്യാസിയാണെന്നോ, ഗൃഹസ്ഥാശ്രമിയാണെന്നോ ഒന്നും ഏതില്ല. ഞാൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊക്കെ പോയി. ഇത് ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞുകൂടാ. അത് നിർവികൽപ്പ സമാധിയിൽ പറഞ്ഞുകൂടാ. സവികൽപ്പത്തിൽ പറയാം. സവികൽപ്പത്തിൽ അനാത്മാവ്, നിർവികൽപ്പ സമാധിയാണ് ശരിക്കും സമാധി. സവികൽപ്പ സമാധി എന്നും നിർവികൽപ്പ സമാധി എന്നും പറയുന്നുണ്ടെങ്കിലും സവികൽപ്പ സമാധി എന്നുള്ളത് ശരിയായ വാക്കല്ല. നിർവികൽപ്പമാണ് സമാധിയിലേക്ക് എത്തിച്ചേരുന്നത്. ഈ സമമായ സ്ഥിതിയിലേക്ക് തുല്യമായതിലേക്ക് എത്തിക്കുന്നത്. എന്താണ് നിർവികൽപ്പം? യാതൊരു വിധത്തിലുള്ള വികൽപ്പങ്ങളും ഇല്ലാതെ വിശേഷേണ കൽപ്പിക്കപ്പെടുന്നതാണ് വികൽപ്പങ്ങൾ. ഒരു കൽപ്പനകൾ ഏതാ വിശേഷണ കൽപ്പനകൾ?
ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ ഇന്നാളുടെ മകനാണ് അല്ലെങ്കിൽ ഇന്നാളുടെ മകളാണ് എന്നൊക്കെ പറയും. ഞാൻ വെളുത്തതാണ്, ഞാൻ കറുത്തതാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ്, അല്ലെങ്കിൽ ഇന്ന പേരുകളിൽ അറിയപ്പെടുന്നവനാണ് എന്നൊക്കെ പറയുന്നത് എന്താ? ഇതൊക്കെ സവികൽപ്പമാണ്. അതിൽ ഞാൻ എന്നതിൽ വിശേഷേണ കൽപ്പിക്കപ്പെട്ടതാണ്. നിർവികൽപ്പം എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുമല്ല, ഞാൻ എന്തായിരുന്നുവോ അത് തന്നെയാണ്, എനിക്കൊന്നും ആവാനും പറ്റില്ല. ഇന്നലകളിൽ ഞാൻ ആരായിരുന്നുവോ അത് തന്നെയാണ് ഇന്നും, നാളെകളിലും ഞാൻ അത് തന്നെയാകും, അല്ലാതെ എനിക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ ആ ഞാൻ തുല്യനാണ്. ആ ഞാൻ തുല്യനാണെന്ന് മനസ്സിലാവുമ്പോ ഒരുപോലെ ഏകനായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് സമൻ എന്ന് പറയുക. ഒരുപോലെ എല്ലാത്തിലുണ്ടെങ്കിൽ ഞാൻ സമനാണ്. പട്ടിയിലും പൂച്ചയിലും കുറുക്കനിലും എന്ന് വേണ്ട അല്ലേ, ഒരു ഏകകോശ ജീവിയിൽ പോലും എന്നുണ്ട് ആ ഞാൻ. ഒരു കോശത്തിൽ പോലും ഒരു കോശമർമ്മം എന്ന പോലെ അതിൽ ഒരു ഞാൻ എന്നുള്ള വ്യക്തിത്വമുണ്ട്. അനേകം കോശങ്ങൾ ചേർന്ന ഒരു വ്യക്തിയിലും ഒരു ഞാനുണ്ട് സമമായിട്ട്. ആ ആത്മാവിന്റെ പ്രകടീകരണത്തിന്റെ ഭാവത്തിലാണ്, ജീവന്റെ പ്രകടീകരണത്തിലാണ് വ്യത്യാസമുള്ളത്. ആത്മാ എന്ന് പറയുമ്പോൾ ജീവനല്ല. ഒന്നും മനസ്സിലായില്ല. ആത്മാ ജീവഭാവത്തിൽ പ്രകടമാവുന്നു എന്നേ പറഞ്ഞുള്ളൂ. ജീവനിൽ വ്യത്യാസമുണ്ട്. എങ്ങനെ? ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയും ജീവന്റെ പ്രകടീകരണത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉപാധിക്കനുസരിച്ച് ജീവന്റെ പ്രകടീകരണത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് വട്ടിയെ പിടിച്ച് കിടക്കെ കൊണ്ടൊന്ന് കിടത്താത്തത്. എല്ലാവരും സമന്മാരാണെങ്കിൽ എല്ലാറ്റിനെയും ഒന്നിച്ചില്ലേ? ഉപാധിക്കനുസരിച്ച് ഓരോന്നിനും സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് അല്ലേ? അത് ഉപാധിക്കനുസരിച്ച ജീവന്റെ പ്രകടീകരണത്തിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ആത്മാ എന്ന് പറഞ്ഞ ഞാൻ എന്ന് പറഞ്ഞത് അതല്ല. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയും ചൈതന്യം ഏകമാണ്. എന്താ? ജഡമെന്ന് പറയുന്ന വസ്തുവിൽ പോലും ചൈതന്യമുണ്ട്. പക്ഷെ അത് ആനന്ദമായിട്ട് പ്രകടമായില്ലെങ്കിൽ സത്തായിട്ടുണ്ട്. വൃക്ഷത്തിൽ അത് ചിത്തായിട്ടുമുണ്ട്, സച്ചിത്തായിട്ടുണ്ട്. കാരണം അത് വളരുന്നത് ഞാൻ അറിയുന്നു, കാണുന്നു ക്രമേണ അല്ലേ? വളരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് സത്തിനെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് അത് ചിത്തുമാണ്. നമ്മളിൽ അത് ആനന്ദമായിട്ട് കാണുന്നുണ്ട്, പ്രകടമായിട്ട് അല്ലേ? സച്ചിദാനന്ദനായിട്ട് കാണുന്നുണ്ട്. അപ്പൊ സച്ചിദാനന്ദ സ്വരൂപോഹം എന്ന് പറയുന്നത് ഏതാണ്? ഞാനാണ്, വേറെ എവിടെയല്ല. സച്ചിദാനന്ദ സ്വരൂപോഹം, അഹം സ്വരൂപം, എന്റെ സ്വരൂപം ഏതാണ്? സച്ചിദാനന്ദനാണ് ആത്മാ. അത് മുഴുവൻ പ്രകടമായി കാണുന്നത് ആരില്ല? പട്ടിയിലല്ല, പൂച്ചയിലല്ല, കുറുക്കനിലല്ല, അഭിനയത്തില, മനുഷ്യനില്ല. അതുകൊണ്ടാണ് മനുഷ്യരൂപത്തിൽ കാണാൻ പറഞ്ഞത്. പട്ടിരൂപത്തിലോ പൂച്ചരൂപത്തിലോ സർവചരാചരങ്ങളിലും കാണണ്ടെന്ന് പറഞ്ഞില്ല. എല്ലാറ്റിൻ്റെയും ഉണ്മ അത് തന്നെയാണ്, അതല്ലാതെ യാതൊന്നും തന്നെയില്ല. അതായത് ഈശ്വരൻ അല്ലാത്തതായിട്ടൊന്നുമില്ല. ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈശ്വരനെ ഉള്ളൂ എന്ന് പറഞ്ഞ നിർവചനം ഉണ്ടല്ലോ. ഈശ്വരനുണ്ട് എന്ന് പറയുമ്പോൾ ഈശ്വരന് തത്തുല്യമായി മറ്റെന്തോ ഉണ്ടോ എന്നൊരു സംശയം തോന്നിയേക്കാം. ഇവിടെ ഉണ്മയാണ്, എല്ലാം അത് തന്നെയാണ്. സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയായത് വേറെയല്ല. കുട ഉണ്ടാക്കിയവനും കുടം അല്ലേ ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുവും പലതല്ല. ഒന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെയാവുന്ന സമയത്ത് തന്നെ അത് പ്രകടമായിട്ട് ഒരു സാമാന്യ മനുഷ്യന് മനസ്സിലാക്കാൻ നല്ലത് മനുഷ്യ രൂപത്തിലാണ് എന്നർത്ഥം. മനുഷ്യരൂപത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ കല്ലിനെ മനസ്സിലാക്കാൻ പറ്റുമോ? മനസ്സിലായില്ല. ആദ്യം ഏറ്റവും മനസ്സിലാക്കാൻ നല്ലത് ഏതാ? ജീവനിൽ ശിവസേവ.
ഫലത്തിലാണ് വരുന്നത്. ജീവനെ ശ്രീ ശിവനായി കണ്ടും സ്നേഹിച്ചും എന്നൊക്കെ പറയുന്നില്ലേ, ആ ജീവനെ തന്നെ കാണാൻ കഴിയണം. ജീവന്റെ പ്രകടീകരണം കാണുമ്പോൾ തന്നെ ആ പ്രകടീകരണം എന്തിന്റെ കാരണമാണ്? ആത്മാ ജീവഭാവത്തിൽ പ്രകടമായതാണ് മനസ്സിലാക്കണം. ജീവഭാവത്തിൽ, ജീവന് സ്വതസിദ്ധമായ ഭാവമില്ല, പിന്നെന്താണ്? മറ്റൊന്നിന്റെ ഭാവത്തെ പ്രകടമാക്കുകയാണ് അത് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സമനാണ്. സമോഹം വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസ്തിനെ ചുനി ചൈവ സ്വഭാകേച്ച പണ്ഡിത സമദർശിന. അല്ലാതെ പട്ടിയിലും പൂച്ചയിലും കുറുക്കനിലും പട്ടിയിറച്ചി ഭക്ഷിക്കുന്നവനിലും പണ്ഡിതൻ സമനാണ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും പിടിച്ച് സമമായിട്ട് കൊണ്ടു നടക്കുന്നു, എല്ലാറ്റിനോടല്ലേ, എല്ലാം ഒന്നാണ്, പട്ടിയും മനുഷ്യനും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നല്ല, എല്ലാറ്റിനും ഒരേപോലെ കാണുന്നു എന്നല്ല. അത് കണ്ണിനെന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ആ സ്ത്രീയും പുരുഷനും ഒക്കെ ഒന്നായി കാണുന്നു എന്ന് പറഞ്ഞാൽ കണ്ണിനെന്തോ കുഴപ്പമുണ്ട്. നല്ലൊരു സ്പെഷ്യലിസ്റ്റിനെ കാണണം. കണ്ണിനെന്തോ കേട് പറ്റിയിട്ടുണ്ട്. തിമിരം ബാധിച്ച ആൾക്ക് രണ്ട് ചന്ദ്രനെ കാണുന്നത് പോലെ കണ്ണിന് വേറെ എന്തോ ഒരു തിമിരം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാം ഒന്നായി കാണുന്നത്, വാസ്തവികമായിട്ടല്ല. പിന്നെ എങ്ങനെയാണ്? എല്ലാറ്റിലും സമനാണ് ആര്? ആത്മാ എന്ന ബോധത്തോടുകൂടി. ബോധമാണ്, ബോധം ബുദ്ധിയുടേതല്ല, ബോധം ആത്മാ. ബോധം പ്രതിബോധവിരുദ്ധം മതം കേനം. ആ ബോധം പ്രതിശരീരം ഭിന്നനുമല്ല, അഖണ്ഡമാണ്. ബോധം അഖണ്ഡമാണ്, ഖണ്ഡിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെയുള്ള ആ സമൂഹം സർവഭൂതേഷു എന്ന് ഗീതയിലും പറയുക. അങ്ങനെയുള്ളത് ഇതിന് അറിഞ്ഞിട്ട് സമൂഹം സർവഭൂതേഷു, ഞാൻ സമനാണ് ഇതില് സർവഭൂതങ്ങളിൽ. ഏതാ ഭൂതം? ഒരു ഭൂതം പറയണു, കുറെ ഭൂതങ്ങൾ കേൾക്കുന്നു. ഇതൊക്കെ ഭൂതങ്ങൾ, ഇത് മാത്രമേ ഭൂതങ്ങളുള്ളൂ എന്നില്ല. ശാസ്ത്ര ചർച്ച ചെയ്യുന്ന ഭൂതങ്ങൾ ഇതാണെന്നേ ഉള്ളൂ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചീകരണ പ്രക്രിയയിലൂടെ പഞ്ചഭൂത നിർമ്മിതമായതാണ് എല്ലാം എന്നുള്ളത് കൊണ്ട്, പ്രപഞ്ചത്തിലുള്ളതെല്ലാം പഞ്ചീകരണത്തിലൂടെ നടന്നതാണെന്നുള്ളതുകൊണ്ട് പ്രകർഷേണ പഞ്ചത്വം സമൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശ്വരന്റെ പര്യായമാണ് എന്ന് പറയും. ഇവിടെ സ്മൃതികളെയൊക്കെ ഉദ്ധരിക്കുകയാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നർത്ഥമുണ്ട്. ബ്രഹ്മസൂത്രം പറയും. എന്തുകൊണ്ട്? തുല്യ അതിന്റെ ഗുണവിശേഷത്വം കൊണ്ട് ആകാശവും ബ്രഹ്മവും ഒന്നാണ്. ബ്രഹ്മത്തിന് ഗുണമുണ്ടോയെന്ന് ചോദിക്കരുതേ, അവിടെ ഇത് ഏകദേശ ബോധകത്വമാണ്. ആകാശം എങ്ങനെയാ? അതിന് സർവവ്യാപകത എന്നുള്ള ആ ഗുണവിശേഷം കൊണ്ട് ആകാശം പോലെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞ് ഉടനെ പറയും ആചാര്യനുണ്ട്, ആകാശം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ പര്യായമാണെന്ന്. അവിടെ അതേപോലെ പറഞ്ഞിരിക്കുകയാണ്, സമശബ്ദം ഈശ്വരന്റെ പര്യായങ്ങളിൽ ഒന്നായിട്ട് പ്രയോഗമുണ്ട്. ഇതിനെ ഉറപ്പിച്ചു. ഇതുകൊണ്ടൊക്കെയാണ് ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് പറയാൻ കാരണം. ഉപാധികളെ നിഷേധിച്ച് തന്റെ ആത്മസ്വരൂപത്തെ കരതലാമലകം പോലെ വീക്ഷിച്ചുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിന്റെ അർത്ഥം അനുഭവത്തിൽ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഉപാധികളെ നിഷേധിച്ചു. വേദസാരത്തെ ഏറ്റവും ചുരുക്കം അക്ഷരങ്ങളെ കൊണ്ട് നിർദ്ദേശിക്കുന്ന വാക്യങ്ങളെയാണ് മഹാവാക്യങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും ചുരുക്കി ഉപദേശിക്കുന്നവയാണല്ലോ മഹാവാക്യങ്ങൾ. അങ്ങനെയുള്ള മഹാവാക്യങ്ങളിൽ ഋഗ്വേദീയമായ മഹാവാക്യമാണ് ഇവിടെ പല പ്രാവശ്യം സ്വാമിജൻ എടുത്തതാ. ഋഗ്വേദീയമായ മഹാവാക്യമാണേത്? പ്രജ്ഞാനം ബ്രഹ്മ. പ്രകൃഷ്ടമായ ജ്ഞാനം ബ്രഹ്മമാണ്. യാതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുന്നുവോ, ആ ഉണ്മയെക്കുറിച്ചുള്ള അറിവുണ്ടോ, അതിനെയാണ് ആ ശ്രേഷ്ഠമായ ആ അറിവിനെ ആണ് പ്രജ്ഞാനം എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞു? അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. പിന്നെ പറഞ്ഞു? തത്വമസി, തത്വം അസി, അത് നീ ആകുന്നു.
പിന്നെ ഏത് പറഞ്ഞു? അയമാത്മാ ബ്രഹ്മ, ഈ കാണായതൊക്കെ ബ്രഹ്മം തന്നെയാണ് കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് ശരിക്ക് പഠിച്ചാൽ മതി, പിന്നെ ബാക്കിയൊക്കെ മനസ്സിലായിക്കോളും. ഒന്നും പഠിച്ചിട്ടില്ലേ എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇത് പറയാൻ എളുപ്പാട്ടോ, ഇത് മനസ്സിലായാൽ പിന്നെ എന്തിനാ അവിടെ ഇരിക്കണല്ലേ? ഇതിന്റെ ആ ഒരു മാർഗത്തിലൂടെ ചരിക്കുമ്പോഴേക്ക് തന്നെ എന്തോ ഒരു അനുഭൂതി ഉണ്ടാവും. അത് നമുക്കൊക്കെ ഉണ്ടാവും അല്ലെ? കാരണം ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള ആ ലക്ഷ്യബോധത്തോടു കൂടി ആ സർവവ്യാപകതയെ കുറിച്ച് അറിയാൻ, എല്ലാറ്റിലും സമനായിരിക്കുന്നവനെ അറിയാൻ, ന്യൂനാധിക്യത്തോടു കൂടിയിരിക്കുന്ന ഈശ്വരനെ അറിയാനല്ല. അത് നമ്മുടെ കൽപ്പനകളാണ്. കൽപ്പന മാത്ര ശിവനാണ്, കൽപ്പിച്ചവൻ. ഇതല്ല, ഇതാരാ? സമം സർവേഷു ഭൂതേഷു, സർവബോധങ്ങളിലും ഞാൻ സമനാണ്. അവിടെ ഒരു വ്യത്യാസവും അവിടെ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സമശബ്ദം ഈശ്വരന്റെ ഉപാധിയിൽ, ഈശ്വരന്റെ പര്യായങ്ങളിൽ ഒന്നാണ്. കരതലാമലകം പോലെ അത് പ്രാപ്തമാണ്, പ്രാപണീയമാണ്. ഇനി പോയി പ്രാപിക്കാനൊന്നുമില്ല. വൈകുണ്ഠാദി കൈലാസാദി ലോകഗമനമല്ല ഏത്? ഇത്. അതുകൊണ്ടൊന്നും നേടാൻ കഴിയുന്നതല്ല, അതൊക്കെ ലോകമാണ്. ലോകം എന്ന് പറഞ്ഞാൽ ലോക്യതേ ദൃശ്യതേ അനേന ഇത് ലോകം എന്നാണ് നമ്മൾ പറയാറില്ലേ? ഒരാൾ മനോലോകം കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അയാള് മനസ്സുകൊണ്ട് ജൽപ്പിച്ചുണ്ടാക്കിയ ഏതോ ഒരു ലോകത്തിലാണ് അയാൾ ഇരിക്കുന്നത്. ഇവിടെ കാണുന്നത് കേൾക്കുന്നതൊന്നും പറയുന്നതൊന്നും അയാൾ അറിയുന്നില്ല എന്ന്. അപ്പൊ അയാളുടെ ലോകം ആരുണ്ടാക്കിയതാ? നമ്മളെ ലോകമൊക്കെ നമ്മളുണ്ടാക്കിയതാ. അതുകൊണ്ടാ ലോക്യതേ ദൃശ്യതേ അനേന ഇത് ലോകം. കാണപ്പെടുന്നത്, കേൾക്കപ്പെടുന്നത് ഇതൊക്കെയാണ് ലോകം. എന്റെ ലോകം ഞാനാണ് കെട്ടിപ്പടുത്തുണ്ടാക്കിയിരിക്കുന്നത്, അതിൽ ഞാൻ ഇരിക്കുക. അങ്ങനെയുള്ള ആ ലോകം അതിനനുസൃതമായിട്ടാണ് ഏത് കണ്ടത്? വൈകുണ്ഠം എന്നുള്ളത് ലോകമാണ്, കൈലാസം എന്നുള്ളത് ലോകമാണ്. ഇതൊക്കെ ലോകഗമനമാണ്. ഇപ്പൊ ചോദ്യം എവിടെയൊക്കെ പോണത് എന്തിനാ? പോണത് ഇവിടെ നിന്നും പോണ്ട എന്നറിയാൻ അവിടെ പോണം. അവിടെ പോയിട്ട് കാര്യമില്ല എന്നറിയണമെങ്കിൽ അവിടെ പോയിട്ട് വേണമെങ്കിൽ അല്ലേ? ഒരു സ്ഥലത്ത് ഒരു ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് നേടേണ്ട കാര്യമാണ് വിചാരിച്ചു, പോയിട്ട് എന്ത് ചെയ്തു? അവിടെ പോയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന സമയത്ത് എന്തായി? വെറുതെ പോയതുകൊണ്ട് കാര്യമില്ല, പോയിട്ട് അന്വേഷിക്കണം. ഞാൻ വന്ന കാര്യം ഇവിടെ നിന്ന് നടക്കുമോ? അന്വേഷിച്ചു ഇപ്പൊ എന്തായി? നടക്കില്ല എന്ന് മനസ്സിലായി. പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ. അത് അന്വേഷിക്കാതെ പോന്നിട്ട് കാര്യമില്ല, വീണ്ടും പോകേണ്ടി വരും. വേറൊരാൾ പറയും അവിടെ തന്നെ പോയിക്കോളൂ എന്ന് പറയും. ഇത് ഉറപ്പിക്കണം. എന്ത്? ഇവിടെ പോയിട്ട് കാര്യമില്ലാന്ന് ഉറപ്പിച്ചാൽ പിന്നെ ആ പോക്ക് വേണം. പിന്നെ നമ്മളെ നടത്തിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിനും വേണമെന്ത്? അവിടെ നിന്ന് പോയി അല്ലെങ്കിൽ അത് വ്യക്തമായി അന്വേഷിച്ച് അറിയണം. വ്യക്തമായി പോയ ആൾക്കാർ പറഞ്ഞാലും മതി അല്ലേ? കൈലാസത്തിൽ പോയ ആൾക്കാർ പറഞ്ഞാൽ മതി. ഇത്രയും കൊടും തണുപ്പിലല്ലേ പോണത്, അപ്പൊ ശിവൻ അവിടെ അല്ലേ? ഇവിടെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ? തണുപ്പോണ്ട് എന്ത് ചെയ്യും? ശിവനാണെങ്കിൽ ഒരു മാറ്റമില്ല. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിലല്ലേ കുറച്ചു നേരം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റൂ. ഒരാളെ തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നുണ്ടാവും. ശിവ ഞാൻ പോവാണെന്ന് പറയും. മടുത്തൂലേ? എത്ര ഭംഗിയുള്ള ആളായാലും, എത്ര നല്ല ആളായാലും എപ്പോഴും ഒരാളെ തന്നെ കണ്ടിരുന്നാലേ. അപ്പൊ അവിടെ പോയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ അല്ലേ, ദുഃഖങ്ങളില്ലാത്ത സ്ഥലമാണ്. അവിടെ ചെന്നാലും ദുഃഖം ഉണ്ടാവില്ലേ? കുറച്ചു നേരം ഇരുന്ന പിന്നെ ദുഃഖമായി, പിന്നെ ഒന്ന് പോയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ തണുപ്പ്, നല്ല തണുപ്പ്, അല്ല തണുപ്പില്ലാന്ന് വിചാരിക്കും. ഇനി വൈകുണ്ഠത്തിൽ തണുപ്പില്ലാന്ന് വിചാരിക്കാം. പക്ഷെ എന്നാലും അവിടെ കണ്ടു കഴിഞ്ഞിട്ട് ദുഃഖമില്ല എന്ന് പറയാൻ പറ്റുമോ? ദുഃഖവും സുഖമൊക്കെ എങ്ങനെ ഉണ്ടാവണതാ? സുഖം മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. ദുഃഖം മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞാലും സുഖം അനുഭവിച്ചിട്ടുണ്ട്. സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ നാരായണ ജയ. സുഖദുഃഖം മാറി മാറി വരുന്നതാണ്. അതുകൊണ്ട് സുഖം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ദുഃഖം ഉണ്ടെങ്കിൽ സുഖമുണ്ട്, നിന്ദയുണ്ടെങ്കിൽ സ്തുതിയുണ്ട്, ചൂടുണ്ടെങ്കിൽ തണുപ്പുണ്ട്.
ഈ ദ്വന്ദ്ങ്ങളുണ്ട്. ഈ ദ്വന്ദ്ങ്ങളൊന്നുമില്ലാത്ത സ്ഥലം അതേതാ? അതാകുന്നു അത്. അതെവിടെ? അവിടെയല്ല, ഇവിടെയാ. അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. അത് അദൃഷ്ടമാണ്. എവിടെയോ പോയിട്ട് നേടണം, മരിച്ചു കഴിഞ്ഞിട്ട് നേടാനുള്ളതാണെന്ന് പറഞ്ഞാൽ അത് ഉറപ്പൊന്നുമില്ല. അത് പ്രമാണ വിചാരം ചെയ്യുന്ന ചർച്ചയിൽ സാധ്യമല്ല. അങ്ങനെ ഒരാൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നല്ലതാ, അല്ലേ? മഹാഭാരതത്തിൽ പറയും, അങ്ങനെ ഒരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും അവർ നന്നാവട്ടെ, അത് നല്ലതാ. മരിച്ചു പോയിട്ട് എനിക്ക് സ്വർഗം കിട്ടുന്ന ഒരാൾക്ക് വിചാരം ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും അയാളൊന്ന് നന്നായിട്ട് നല്ല പിള്ള ചമയുകയാണെങ്കിൽ നല്ലതല്ലേ? അതിനു വേണ്ടിയാണ് സ്വർഗം എന്ന് പറഞ്ഞത് മഹാഭാരതത്തിൽ പറയുന്നത്. മനസ്സിലായി? അത്രേ ഉള്ളൂ. പ്രമാണ വിചാരം ചെയ്യുന്ന സമയത്ത് മരിച്ചു പോയിട്ട് സ്വർഗം എന്നുള്ളത് ഏതാണ്? പ്രമാണ വിചാരത്തിൽ സാധ്യമല്ല. ഇവിടെ സ്വർഗം ഉണ്ടോ നരകമുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഈശ്വരന്റെ സമത്വം ഇല്ലായ്മ കൊണ്ടൊന്നുമല്ല. ചിലർക്കൊക്കെ അനുഗ്രഹം കൊടുത്തു, ചിലരൊക്കെ തൊലഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചിലരൊക്കെ മണികിലിക്കിയപ്പോഴൊക്കെ അനുഗ്രഹം കൊടുത്തു, അല്ലാത്തവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയല്ല. അഗ്നിയുടെ അടുത്തേക്ക് അടുക്കുന്നവർക്ക് അതിൻ്റെ തൻ്റെ തണുപ്പ് അകലുന്നുണ്ട്. വിട്ടിരിക്കുന്ന ആൾക്കോ ലഭിക്കുന്നില്ല, അതിൻ്റെ തണുപ്പ് അകലുന്നില്ല. അപ്പൊ അഗ്നി പക്ഷപാതിയാണെന്ന് പറയുന്നത് പോലെയാണ് ഈശ്വരൻ ഒരാളെ അനുഗ്രഹിച്ചു എന്നും ഒരാളെ അനുഗ്രഹിച്ചില്ല എന്നും നമ്മളുടെ ദൃഷ്ടിയിൽ പറയുന്നതാണ്. അതെങ്ങനെ അടുക്കണം? എങ്ങനെ അടുക്കുക? നേരത്തെ പറഞ്ഞ നേതി നേതി എന്നുള്ളതിലൂടെ, അല്ലാതെ വേറെ അടുക്കാൻ വേറെ വഴിയൊന്നുമില്ല. അല്ലാതെ ഈശ്വരന്റെ അടുത്ത ആളെന്നോ അകന്ന ആളെന്നോ വ്യത്യാസമൊന്നുമില്ല. സർവ ഉപാധികളിലൂടെയും കാണപ്പെടുന്ന ഒരു ട്യൂബ് ലൈറ്റിനെ എത്ര ആവരണങ്ങളെ കൊണ്ട് മൂടപ്പെട്ടുവോ ആ മൂടി കഴിഞ്ഞാൽ അതിൽ പ്രകാശം കാണുമോ? അഥവാ കണ്ട ഒരു വ്യത്യാസം കണ്ടെങ്കിലും അത് ഓരോന്ന് വഴിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രകടമാവുന്നത് പോലെ. എവിടെയാണ് പ്രക്രിയകൾ ചെയ്യേണ്ടത്? ഇവിടെയാണ്, അവിടെയല്ല. കണ്ണാടി കാൺവോളവും തന്നെ രൂപമേറ്റം നന്നെന്നു നിരൂപിച്ചു എത്രയും വിരൂപന്മാർ. കണ്ണാടി തേച്ച് മിനിക്കിട്ട് എന്താ കാര്യം? നമ്മളെ മുഖമല്ലേ, അല്ലേ? മുഖത്തുള്ള പുള്ളിയല്ലേ കാണുന്നത്. അത് പോവാൻ വേണ്ടി കണ്ണാടിയിൽ വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് പ്രതിബിംബമല്ലേ. അപ്പോ അവിടെ നോക്കിയിട്ട് കാര്യമില്ല, ഇവിടെ നോക്കിയിട്ടേ കാര്യമുള്ളൂ. നമ്മൾ ചെയ്യണത് പലപ്പോഴും എന്താണ്? അവിടെയാണ്. ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല. അതുകൊണ്ട് കരതലാമലകം പോലെ വീക്ഷിച്ചുകൊണ്ട് എന്നാ പറഞ്ഞത്. ഏതിനെ? ആത്മസ്വരൂപത്തെ. കരതലാമലകം എന്ന് പറഞ്ഞാല് ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ, അല്ലേ? അല്ലേ? ആണ്. അപ്പൊ ഉള്ളംകൈയിലുള്ള നെല്ലിക്കയാണ്. അതിനി പോയി പറിച്ചെടുക്കൊന്നും വേണ്ട. അത്രയും പ്രാപ്തമാണ്, പ്രാപണീയമാണ്. ഇനി പോയി പ്രാപിക്കേണ്ടതല്ല, പ്രാപിച്ചു കഴിഞ്ഞതാണ്, പ്രാപ്തമായതാണ്. പ്രാപ്തമായതിനും ഇനി പ്രാപിക്കാൻ പോവേണ്ടതില്ല. അങ്ങനെയുള്ള അതിനെ വീക്ഷിച്ചുകൊണ്ട്, ഇവിടെ വീക്ഷിച്ചുകൊണ്ട്, അന്തരാത്മൻ. അന്തരാത്മൻ എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട്, ആ ആത്മാവിനെ പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പോണില്ല. അപ്പോ എങ്ങനെ നോക്കണം? അതിന് പല പ്രക്രിയകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ന് സ്ഫുരിക്കുന്നതിന്റെ മൂലസ്വരൂപത്തെ അന്വേഷിച്ചു പോയിക്കോളൂ. എവിടുന്നാണ് ആ ഞാൻ എന്നുള്ളത് തോന്നുന്നത്? എവിടുന്നോന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ അതാ പറയുന്നത്. അത് എവിടുന്നാ വരുന്നത്? അതിനെ തേടി പോവുക ചെയ്തത്. അതിന് ചിലതൊക്കെ മാറ്റേണ്ടി വന്നു, നേതി എന്ന മാർഗത്തിലൂടെ. അല്ലാതെ വേറൊരു മാർഗം അവിടെ ഇല്ല. ഞാൻ ഇതല്ല എന്ന് പറഞ്ഞ് മാറ്റി എന്തായി? നിഷേധിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ഇന്നതാണ് എന്ന് പറയാൻ സാധ്യമല്ല ആത്മാവിനെ, എന്നാലും ചില സൂചനകൾ തരികയാണ്. ആ സൂചനകളെ പിൻപറ്റി പിന്നെയും പോണം. ഇത് പുസ്തകജ്ഞാനേ ആവുന്നുള്ളൂ. എന്നിട്ട് പറയാണ്, അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിന്റെ അർത്ഥം അനുഭവ രൂപത്തിൽ പ്രഖ്യാപിക്കുന്നു. അതെങ്ങനെ പ്രഖ്യാപിക്കും? അടുത്ത മന്ത്രസമാനമായ ശ്ലോകം കൊണ്ട്. നിത്യശുദ്ധ വിമുക്തൈകം അഖണ്ഡാനന്ദമദ്വയം സത്യം ജ്ഞാനമനന്തം യത് പരം ബ്രഹ്മാഹമേവ തത്.
നിത്യശുദ്ധ വിമുക്തൈക അഖണ്ഡാനന്ദമദ്വയം സത്യം ജ്ഞാനമനന്തം യത് പരം ബ്രഹ്മാഹമേവ തത്. നിത്യനാണ്, നിർമ്മലനാണ്, ഏകമായി വർത്തിക്കുന്നതാണ്, അഖണ്ഡാനന്ദ സ്വരൂപനാണ്, രണ്ടാമതൊന്നില്ലാത്തതാണ്, സത്യമാണ്, ജ്ഞാനസ്വരൂപനാണ്, അപരിമിതനാണ്, ആയത് യാതൊന്നോ അതാണ് ഞാൻ അഥവാ പരബ്രഹ്മം. എന്താണ് പരബ്രഹ്മം? നിത്യനാണ്, ശുദ്ധനാണ്, പിന്നെയോ അഖണ്ഡാനന്ദമദ്വയം, അദ്വയം, രണ്ടാമതൊന്നില്ലാത്ത, അതായത് രണ്ടാമതൊന്നില്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ പറയാണെന്ത്? അഖണ്ഡാനന്ദം, ഖണ്ഡിക്കാൻ കഴിയാത്ത അങ്ങനെയുള്ള രൂപവുമാണ്. സത്യമാണ്, ത്രികാല ബാധാരഹിതം സത്യം, ഭൂതഭാവി വർത്തമാനകാലത്തിലും യാതൊന്നും മാറാതെ നിലകൊള്ളുന്നുവോ അതാണ് സത്യം. ജ്ഞാനസ്വരൂപം, ജ്ഞപ്തി സ്വരൂപം, ആ അറിവിന്റെ സ്വരൂപമായിരിക്കുന്നത്. അപരിമിതം, പരിമിതികളില്ലാത്തത്, വേലിക്കെട്ടുകളില്ലാത്തത്, മതിൽക്കെട്ടുകളില്ലാത്തത്, ജാതി മത കുല വർഗ സ്ഥാന ഭേദങ്ങളാലൊന്നും ഇല്ലേ ഒരു പരിമിതികളും കൽപ്പിക്കാൻ കഴിയാത്ത, ഇന്നയാള് പോയാലേ പറ്റൂ, ഇന്നയാൾക്ക് പോയാൽ പറ്റില്ല, ഇതൊന്നും പറയാൻ പറ്റില്ല. അപരിമിതനാണ്, പരിമിതികളൊന്നും ഇല്ലാത്ത ആളാണ്. പിന്നെയോ ആയത് യാതൊന്നോ അതാണ് ഏത്? ആ പരബ്രഹ്മം. ശ്രദ്ധിക്കണേ, ആ പരബ്രഹ്മം അതാണ് ഞാൻ. ആ എന്ന് പറഞ്ഞ ആ പരബ്രഹ്മം ഉണ്ടല്ലോ, അതുതന്നെയാണ് ഏത്? ഈ ഞാൻ. അവിടെയാ പണി, അത് ഘടിപ്പിക്കാനാ പണി. ഘടിപ്പിക്കാതിരിക്കലാണ് മായ. അഘടിത ഘടന പടീയസി മായ. ഇതുവരെയൊക്കെ നമുക്ക് എത്തിച്ചു തരാം പുസ്തകജ്ഞാനത്തിലൂടെ. അപ്പോഴേക്കും എന്തായി? മായ പ്രവർത്തിക്കുകയായി. എന്താ മായ പ്രവർത്തിക്കുക? യാ മാ സാ മായ. യാതൊന്നാണോ ഇല്ലാത്തത് അതാകുന്ന മായ. എന്താ മായയുടെ പണി? ഇതെന്നെ പണി. അഘടിത ഘടന പടീയസി മായ. ഘടിപ്പിക്കാത്തതിനെ ഘടിപ്പിക്കുക എന്നുള്ളതാണ് അയാളുടെ പണി. ഘടിപ്പിച്ചതിനെ വേർപെടുത്തുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ആ പരബ്രഹ്മം തന്നെയാണ് ഈ ഞാൻ എന്നുള്ളതിനെ ഏത് ഒന്നാക്കി തീർക്കാതിരിക്കുക എന്നുള്ളതാണ് ആരുടെ പണി? അതെവിടെ? എങ്ങനെ? അതെന്താ മനസ്സിലാവാത്തത്? അതാണ് മായയുടെ പണി, അതാണ് മായയുടെ പിടിയിൽ. അതുകൊണ്ട് പറയാണ് അഖണ്ഡാനന്ദ രൂപം, അപരിച്ഛിന്നമെന്ന സാരം, അപരിച്ഛിന്നമെന്ന് സാരം, സജാതീയ വിജാതീയ സ്വഗത ഭേദങ്ങൾക്ക് അതീതമായി നിത്യമായി വർത്തിക്കുന്നതിനെയും ആണ് എന്ത്? അഖണ്ഡ ശബ്ദത്താൽ ബോധിപ്പിക്കുന്നത്. സജാതീയമെന്നോ വിജാതീയമെന്നോ സ്വഗത ഭേദങ്ങൾക്കോ അതീതമായി നിത്യമായി വർത്തിക്കുന്നതിനെയാണ് നിർവചനം പറയാം. കേവലം അക്ഷരജ്ഞാനമാണ് ഈ പറയുന്നത്. പക്ഷെ ഇതിലുപരിയാണ് മനസ്സിലാക്കണം ഏത്? ഈ ബോധം എന്നുള്ളത്, ഈ ഞാൻ എന്നുള്ള ബോധം ഉണ്ടല്ലോ, അത് പ്രതിശരീരം ഭിന്നനല്ലെന്ന് ഒക്കെ പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കിക്കാൻ വേണ്ടി ഏകദേശ ബോധകത്വമായിരിക്കുന്ന വാക്യങ്ങളെ നമുക്ക് അങ്ങനെ ഇട്ടു തരിക, ഉപനിഷത്തിൽ ഇട്ടുന്ന പോലെ തന്നെ. എങ്ങനെയാണത് മനസ്സിലാക്കിക്കേണ്ടതെന്ന് പറയുന്നില്ല. കാരണം സ്വാനുരൂപത്തിലെ സ്വാനുഭവത്തിലുള്ള ഭാവമാണത്. അതിനെ മറ്റുള്ളവർക്ക് മറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അഖണ്ഡമായതിനെ ഖണ്ഡിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ. അപ്പൊ അഖണ്ഡാനന്ദമായി തീരണമെങ്കിൽ എന്ത് വേണം? അവനവന് മനസ്സിലാവണം. പറയാൻ അത്രയൊക്കെ പറ്റൂ. അതിനെ പിൻപറ്റി മനസ്സിലാക്കണം. എന്നിലുള്ള ഞാനും നിങ്ങളിലുള്ള ഞാനും വേറെയല്ലോ. ആദ്യം വേറെയാണെന്നറിഞ്ഞു, പിന്നെന്തായി? പിന്നെ അത് വേറെ അല്ല എന്നറിഞ്ഞു. ആ അറിയലിലാണ് ഏത്? പരമാർത്ഥ ദർശനം എന്ന് പറയുക. അങ്ങനെ അഭ്യാസബലം കൊണ്ട് ജീവബ്രഹ്മൈക്യം അനുഭവമാകുമ്പോൾ അജ്ഞാനം സമ്പൂർണം നശിക്കുന്നുവെന്ന് പറയാം.
എപ്പോ? അഭ്യാസബലം കൊണ്ട് മാത്രം, നിരന്തരമായ വിചാര പ്രക്രിയയിലൂടെ. അധികമൊന്നും പറയാനൊന്നുമില്ല, ഇതന്നെ പറയാനുള്ളൂ. അത് പല പ്രകാരത്തിൽ പറഞ്ഞു എന്ന് മാത്രം, പല വീക്ഷണ കോണിലൂടെ നോക്കിക്കണ്ടു എന്ന് മാത്രം. ഏതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. 4 മഹാവാക്യങ്ങളും പഠിക്കണ്ട, ഉള്ള ഉപനിഷത്ത് മുഴുവൻ പഠിച്ചുണ്ടാക്കണ്ട, ഒന്നും വേണ്ട. എവിടെയാണ് നമുക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഏതൊരു വാക്യത്തിൽ ഏതൊരാചാര്യൻ എപ്പോൾ പറഞ്ഞാലാണ്, നോക്കണേ, ഏതൊരു വാക്യത്തിലൂടെ ഏതൊരാചാര്യൻ എപ്പോൾ പറഞ്ഞാലാണ് എനിക്കൊന്ന് ഈ അഖണ്ഡാനന്ദ സ്വരൂപത്തെ അറിയുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത് അറിയണത് വരെ പരിശ്രമിക്കുന്നു. അതിനെയാണ് പറയണത് അഭ്യാസബലം കൊണ്ടെന്ന്. മനന നിധിധ്യാസനങ്ങളെ കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് ഏത്? ജീവബ്രഹ്മൈക്യം. അല്ലാതെ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് 1000 നാമം ജപിച്ചിട്ട് കാര്യമൊന്നുമില്ല. തത്വമസി തത്വമസി അല്ലെ, സഹസ്രനാമം ഉണ്ടാക്കി ജപിച്ചിട്ട് കാര്യമൊന്നുമില്ല. വിചാരേണാന്യസാധനൈഹി, വിചാരം ചെയ്യുന്ന വേണം. വിചാരത്തിന് വഴിയൊരുക്കാൻ പല ഉപായങ്ങളെ ആചാര്യൻ തന്നു. എന്നിട്ട് പറയാണ് എങ്ങനെയാണ് സമ്പൂർണ്ണ നശിക്കാൻ കാരണമായ ജീവബ്രഹ്മൈക്യം എങ്ങനെ അഭ്യാസം ചെയ്യണം പറയാം. ഏവം നിരന്തരഭ്യസ്താം ബ്രഹ്മൈവാസ്മീതി ഭാവനാം ഹരത്യവിദ്യാവിക്ഷേപാൻ രോഗാനിവരസായനം. ഏവം നിരന്തരഭ്യസ്താം ബ്രഹ്മൈവാസ്മീതി ഭാവനാം ഹരത്യവിദ്യാവിക്ഷേപാൻ രോഗാനിവരസായനം. ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ഭാവന എന്നെങ്കിലും എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ. അതൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്തും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല. ഇനെങ്ങനെയാ? നിരന്തരം അഭ്യസിക്കപ്പെടണം. ഞാൻ എന്ത് ചെയ്യുമ്പോഴും, ഞാൻ എന്ന് പറയുമ്പോൾ ഉപാധിഗതനായ ഞാൻ, അത് ക്ലാസ് എടുക്കുകയായിക്കോട്ടെ, ക്ലാസ് കേൾക്കുകയായിക്കോട്ടെ, ഭക്ഷണം കഴിക്കുകയായിക്കോട്ടെ, സഞ്ചരിക്കുകയായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അപ്പോഴൊക്കെ എന്താ ചെയ്യണത്? ആരാത് ചെയ്യണത്? എൻ്റെ ചെവി കേട്ടു, എൻ്റെ കണ്ണ് കണ്ടു, എൻ്റെ കാല് നടന്നു എന്നല്ല ഞാൻ പറയണത്. ഞാൻ അല്ലേ, അങ്ങനെയല്ലേ? ഞാൻ യാത്ര ചെയ്തു, ഒക്കെ അഭിമാനം ആർക്കാം? യജമാനൻ തന്നെ. അയാള് അങ്ങനെയല്ലേ? ഒരു വീട്ടിൽ പണിയെടുക്കുകയാണെങ്കിൽ യജമാനൻ ചാരി കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. പണിക്കാർ പണിയെടുക്കുന്നുണ്ടാവും അല്ലേ? പണിയെടുത്ത് കഷ്ടപ്പെട്ട അയാൾക്ക് കൂലി എടുത്ത് അയാൾ പിരിഞ്ഞു പോയി. അങ്ങനെ നാളെന്താ പണിയെന്ന് ചോദിച്ചിട്ട് പോകും. അയാൾക്ക് വല്ല അഭിമാനം ഉണ്ടോ? അഭിമാനമൊക്കെ ആർക്കാം? യജമാനന്. അയാൾ ആ കസേരയൊന്നും എണീറ്റ് പോലും ഉണ്ടാവില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഇതുപോലെ ആരാണ് ഇതൊക്കെ ചെയ്യണത്? ഇന്നിപ്പോ നടക്കില്ല കേട്ടോ. ഇന്ന് യജമാനോടെ ഇരുന്ന അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ഒന്നും നടക്കില്ല. അതേ സമയത്ത് ഇവിടെ എന്താ ചെയ്യണത്? ഇവിടെ ആരാ യജമാനൻ? ഭൃത്യന്മാരെ കൊണ്ട് പോലെ ഈ കരകരണങ്ങളെ കൊണ്ട് നമ്മെ ഓരോന്നിലേക്ക് മേയാൻ വിടുന്നത്, ഓരോ പണി എടുപ്പിക്കുന്നത് ആരായിരിക്കും? ഒരു യജമാനനുണ്ട്, സ്വാമി അല്ലേ? ആ സ്വാമിയാണ് പറയുന്നത്, കണ്ണേ പൊയ്ക്കോ, വേണ്ടാതൊന്നും തിരിച്ചു വാ, വേണ്ടതിലേക്ക് പൊയ്ക്കോ, ഏതിലേക്ക് വേണമെങ്കിലും പോവാ, കാതെ പൊയ്ക്കോ അല്ലേ? ഇങ്ങനെ ഓരോന്നിനെയും വിടുക. പ്ലസ് മനസ്സും. ഏതിന്ദ്രിയം പോയാലും അതിന്റെ പിന്നാലെ മനസ്സും പോകും. ഇങ്ങനെ പോയിപ്പിക്കുക ചെയ്യുന്നത്. ഇതിനൊക്കെ ഓർഡർ കൊടുക്കുന്ന ആളാരാ? യജമാനൻ, സ്വാമി, മറ്റൊരു ഭൃത്യന്മാരും. അതുകൊണ്ടാണല്ലോ സ്വാമി എന്നുള്ള പദം പറയുന്നത്. സ്വാമി എന്ന് പറഞ്ഞ യജമാനെന്നാ, സ്വാമി എന്ന് പറഞ്ഞ പകുതിയിലും. എല്ലാരെയും കയറി സ്വാമി എന്ന് വിളിക്കരുതെന്നുണ്ട്. കുറെ ആളുകളുടെ യജമാനനല്ല, ഇന്ദ്രിയ സമൂഹത്തിന്റെ യജമാനനാണ്. ഇന്ദ്രിയ സമൂഹം ഏതൊക്കെയാ? ചെവി, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, വാക്ക്, പാണി, പാദം, വായു, വ്യവസ്ഥം, പിന്നെയാ മനസ്സ്, ബുദ്ധി, ഇതിനെയൊക്കെ നിയോഗിക്കുന്ന
പോരാ 5 പ്രാണനും 17 തത്വങ്ങളാണ്. ഏത്? ആ 17 ഭൃത്യന്മാരെ ഓരോരോ ജോലിയിലേക്ക് നിയോഗിക്കുന്ന യജമാനനാണ് ആര്? സ്വാമി. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പ്രാണൻ, മനസ്സ്, ബുദ്ധി ആകുന്ന 17 തത്വങ്ങളാണ് സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരം കൊണ്ടാണ് നിയോഗിക്കുന്ന സ്വാമി, യജമാനൻ ആര്? അയാള് ആരാണ്? ആത്മാ. അതുകൊണ്ട് ആ ബ്രഹ്മം എന്ത് പണി ചെയ്യുമ്പോഴും ഓർമ്മ വേണം, ഈ പഠിച്ചത് ഓർമ്മ വേണം. എന്ത്? ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞോളൂ, മാറ്റണ്ട. അല്ലെങ്കിൽ സ്വാമിജി നാളെ പറഞ്ഞ പോലെയോ, ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞില്ലേ, എന്താ ഒരാൾ ഈ ഞാൻ എന്നുള്ളത് പറയണില്ല എന്ന് പറഞ്ഞു. അയാളുടെ ആചാര്യം പറഞ്ഞു കൊടുത്തു, പറയും ഞാൻ എന്ന് പറയുന്നത് ശരിയല്ല കേട്ടോ, അവിടെ ഞാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിലർ നോന്നൊക്കെ പറയും അല്ലേ, എന്നാൽ ഞാൻ എന്ന് പറയണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അപ്പോൾ അയാൾ ഒരു പരിശീലനം, അയാൾ ഈ വാർപ്പിൻ്റെയൊക്കെ പണി ചെയ്യുന്ന, നിർമ്മാണ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾ ഒരു ദിവസം പോയിട്ട് കടയിൽ പോയിരുന്ന് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞില്ല, പിന്നെ എന്താ പറഞ്ഞത്? ഇയാൾ എന്ന് പറഞ്ഞു. ഇയാൾക്ക് ചായ വേണം, ഇയാൾക്ക് ചായ പലഹാരം ഒക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഇയാൾക്ക് എന്ന് പറഞ്ഞു, ഞാൻ എന്ന് പറയില്ല എന്ന് ഉറപ്പിച്ചു. അങ്ങനെ ചുറ്റുമുള്ളവർക്ക് മുഴുവൻ ചായയും പലഹാരം കൊണ്ട് കൊടുത്തു. അന്ന് പണിയെടുത്ത പൈസ മുഴുവൻ കഴിഞ്ഞു. അന്ന് പിന്നെ അയാൾ സ്വാമിജിയോടെ എന്ന് പറഞ്ഞത്, ഇനി മേലിൽ ഞാനിത് പറയില്ല. കാരണം സ്വാമിജി അല്ല പറഞ്ഞു കൊടുത്തു, വേറെ ആരോ പറഞ്ഞു കൊടുത്തു, ഈ ഞാൻ എന്ന് പറയുന്നത് അത്ര ശരിയല്ല, അതുകൊണ്ട് ഇയാള് അതുകൊണ്ട് ഭാഷ മാറ്റിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഈ ഞാൻ എന്നുള്ള ഭാവം അത് ഭാഷ മാറ്റി പ്രയോഗിച്ചതുകൊണ്ടൊന്നും ഞാൻ അല്ലാതാവുന്നില്ല. ചിലർക്ക് വലിയ മടിയായി ഞാൻ എന്ന് പറഞ്ഞാൽ മോശമല്ലേ എന്നൊക്കെ. അതുകൊണ്ട് അത് ഭാഷ മാറ്റിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഉള്ളിന്നാണ് പോകേണ്ടത് അല്ലേ? നാളെ ഒരാൾ പറഞ്ഞു, ഈ ഓരോ സ്ഥാനമാനങ്ങളെ പറ്റിയിട്ടുള്ള ക്ലാസ് എടുത്ത സമയത്താണ്. കാരണം നായർ എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ പാരര്, അല്ലെങ്കിൽ നമ്പൂരി എന്നൊക്കെ ഉള്ള പേരുണ്ടല്ലോ, വാല്. ആ വാല് അപ്പൊ പറയണത് ശരിയാണോ എന്ന് ചോദ്യം. അത് പേരിലല്ലേന്നേ, അത് മാറ്റിയിട്ട് എന്താ കാര്യം? പേരിനുള്ളതല്ലേ, ഉള്ളുന്നല്ലേ ആദ്യം പോകേണ്ടത്. അല്ല, പറഞ്ഞ മനസ്സിലായില്ല. കുറെ പേര് മാറ്റിയിട്ട് എന്താ കാര്യം? ഉള്ളിൻ്റെ ഉള്ളിൽ അത് പിന്നെയുണ്ടെങ്കിൽ അല്ലേ? ഒരാള് ഇങ്ങനെ ഇത് പറഞ്ഞ സമയത്ത് പറയാം, അതൊക്കെ ഇന്നത്തെ കാലത്ത് വേണം, ഓരോന്ന് ന്യായീകരിക്കുക. അപ്പോഴാണ് ആ പേരിന്നാണ് മാറ്റിക്കളയാം. പേരിന്ന് മാറ്റിക്കളഞ്ഞൊന്നും ഇതിന് വലിയ മഹത്വമൊന്നുമില്ല. ഉള്ളിൽ ആ ഭാവത്തെ ഉൾക്കൊണ്ടാൽ മതി ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും. ഏത്? അഹം ബ്രഹ്മാസ്മി. ഞാനാരാ? ഞാനൊന്നും ആയിട്ടില്ല, ഞാനൊന്നോട്ട് ആവൂല്ല. ഞാനാരാ? വാസ്തവത്തിൽ വസ്തുസത്തയെ അന്വേഷിക്കുമ്പോൾ ഞാൻ ആരാണ്? ഓരോ വാക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി. വാസ്തവികമായത് ഏതാണ്? ബ്രഹ്മമാണ്. ബ്രഹ്മമല്ലാത്തതായിട്ട് യാതൊന്നും തന്നെ ഇല്ല. ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. ഇത് മനസ്സിലാക്കിയാൽ മതി. ജഗത് മിഥ്യ എന്നുള്ളതിന് കർമ്മഠന്മാര് പറയുന്നത് പോലെ ഇല്ലാത്തത് എന്നർത്ഥം പറഞ്ഞുകൂടാ. അവിടെയാണ് പ്രശ്നം വരുന്നത്. നിത്യ എന്ന് പറയുമ്പോൾ വ്യവഹാരത്തിൽ ഉള്ളതും വിചാരം ചെയ്യുമ്പോൾ ഇല്ലാത്തതുമായത് യാതൊന്നോ. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ലാതെ നമ്മളാരും ഇല്ല, നമ്മളൊന്നും പലതല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുള്ളത് തന്നെയാ, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളൊക്കെ പലരും തന്നെയാ, പലതും തന്നെയാ. ഇല്ലേ? അതില്ലാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ വിചാരം ചെയ്യുന്നതിൽ ഇല്ലാത്തത്, പ്രമാണ വിചാരം ചെയ്യുമ്പോൾ യാതൊന്നില്ലയോ, അതാണെന്ത്? ബ്രഹ്മം. അത് സത്യമാണ്. പ്രമാണ വിചാരം ചെയ്യുമ്പോൾ ഏതാണ്? ഈ ജഗത്ത് ഇല്ലാത്തതാണ്. ഈ ജഗത്ത് എന്ന് പറയുന്നതിന്റെ ഉണ്മ ഏതാണ്? അതിന്റെ ഉണ്മയാണ്. പാത്രത്തിന്റെ ഉണ്മ മണ്ണാണ്, മൺപാത്രത്തിന്റെ. ഓട്ടുവിളക്കിന്റെ ഉണ്മ ഓടാണ് എന്ന പോലെ. ഓടാകുന്ന ഉണ്മയിലാണ് ഏത്? ഓട്ടുവിളക്കുണ്ടായത്. വിളക്ക് നീക്കിയാൽ ഓടേ ഉള്ളൂ, ഓട് നീക്കിയാൽ ഒട്ട് വിളക്കൂല്ല. അല്ലെങ്കിൽ തരംഗാവലി പോലെ. തരംഗാവലി എന്ന് പറയുമ്പോൾ തിരമാല പോലെ. വെള്ളത്തിലെ, സമുദ്രത്തിലെ തിരയും
നുരയും പതയും പോലെ വെള്ളത്തിൽ നിന്ന് അന്യമായില്ല. എന്നാൽ പ്രകടമാവുമ്പോൾ തിരക്കുള്ള ശക്തി അല്ല, വെള്ളത്തിന്റെ ശക്തി മനസ്സിലാക്കാൻ പറ്റും. ശക്തി വ്യത്യാസമുണ്ട്. വ്യവഹാരത്തിൽ കുടത്തിനെ കൊണ്ടുള്ള ഉപയോഗം മണ്ണുകൊണ്ട് നടക്കുന്നില്ല. വെള്ളം മുക്കിയെടുക്കണമെങ്കിൽ എന്ത് വേണം? കുടം തന്നെ വേണം. അതുപോലെ തന്നെ മാല, മാല ചിലപ്പോൾ കൈമേൽ കെട്ടിന്ന് വരാം, പക്ഷെ വള കൊണ്ടുപോയിട്ട് കഴുത്തിലിടാൻ പറ്റില്ലല്ലോ. സംഗതി കുഴപ്പാവില്ലേ? ഇതൊക്കെ ഒന്ന് തന്നെയാന്ന് പറഞ്ഞാൽ, സ്വർണ്ണമാലയും സ്വർണ്ണവാളയും ഒക്കെ ഒന്ന് തന്നെയാന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിൽ വ്യത്യാസമില്ലേ? ഇതുപോലെ വ്യവഹാരത്തിൽ നമ്മളൊക്കെ പലതായി തീരുമാനിക്കുന്നു. എന്തിന്? വ്യവഹാരത്തിനായിക്കൊണ്ട്. വ്യാവഹാരിക ജീവിതത്തിൽ പലതായി തീരുമ്പോൾ തന്നെ ഉള്ളിൽ ഓർമ്മിക്കുന്നു ഏത്? അഹം ബ്രഹ്മാസ്മി. എപ്പോ? എന്നെങ്കിലും അല്ല. എപ്പോ? നിരന്തരം, ഇടതടവില്ലാതെ, അന്തരമില്ലാതെ, ഖണ്ഡിക്കാതെ, അഖണ്ഡമായിട്ട്. അങ്ങനെയുള്ള ഈ നിരന്തരമായ അഭ്യസിക്കപ്പെട്ട സംസ്കാരത്തിൽ നിന്ന് ദൃഢമായ സംസ്കാരം രൂപപ്പെടുന്നു. ഇപ്പൊ സംസ്കാരം എന്താ? അതൊട്ട് ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മളൊക്കെ വേറെയാണെന്ന് ചിന്തിച്ചുറപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ആ സംസ്കാരം നമ്മളുള്ളത്. ഇനി തിരിച്ചാക്കണം. അതിനെന്താ? എപ്പോഴും വിചാരം ചെയ്യും. എപ്പോഴും എന്താണോ വിചാരം ചെയ്യുന്നത് അതായിത്തീരും. അങ്ങനെയല്ലേ? എപ്പോഴും എന്താണോ വിചാരം ചെയ്യുന്നത് അതല്ലേ ആയിത്തീരാം. എപ്പോഴും നമ്മൾ എന്താ വിചാരം ചെയ്തത്? എങ്ങനെ നമ്മൾ വേറെ ആക്കാൻ പറ്റും, എങ്ങനെ നമ്മൾ വേറെ ആയിരിക്കുന്നു, അല്ലേ? ഇതിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സംസ്കാരമായി മാറും. ഏതൊന്നിനെ തന്നെ ചിന്തിച്ചിരിക്കുന്നുവോ അത് തന്നെ ആയിത്തീരും. മരണകാലത്തെങ്കിലും എന്ന് പറഞ്ഞാൽ എപ്പോഴും ചിന്തിക്കണം എന്നർത്ഥം. മരിക്കാൻ നേരത്തെ മാത്രം ഞാൻ ബ്രഹ്മാണെന്ന് ചിന്തിക്കാൻ പോയാലുണ്ടാവും. അതുവരെ എന്താണോ ചിന്തിച്ചത് അത് തന്നെയായിരിക്കും അപ്പൊ ചിന്തിക്കുക. കാരണം സംസ്കാരമായി മാറി. അപ്പൊ നിരന്തരം ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ എന്നും എന്ത് ചെയ്യുമ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഇത് ഈ ബോധം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ, ഈ ബോധം ഇല്ലാതെ ചുമതലാ ബോധം, അല്ലെ? ചുമലിൽ തലയുണ്ടെന്നുള്ള ബോധം. ഈ തലയല്ല, അതിൻ്റെ ഉള്ളിൽ, അല്ലേ? അതാണല്ലോ മനുഷ്യന്റെ ചുമതലാബോധം. ഈ ചുമതലാബോധം എപ്പോഴും നിരന്തരം വിചാരം ചെയ്യണം. അങ്ങനെ എപ്പോ? തസ്മാൽ സർവേഷു കാലേഷു മാം അനുസ്മര. എപ്പോഴെങ്കിലും അല്ല, എല്ലാ സമയത്തും എന്നെ ഇടവിടാതെ സ്മരിക്കുക. ഏതെന്നെ? വൈകുണ്ഠവാസിയായ കൈലാസവാസിയായ എന്നെ അല്ല. ഏത്? ഞാൻ ആത്മാ ആണ് എന്ന്. ഇനി വേറെ പേര് പറഞ്ഞാൽ ഞാൻ ശിവോഹം എന്ന് പറഞ്ഞോളൂ. അഹം ശിവം. ഞാൻ ശവ അല്ല എന്നുള്ളതുകൊണ്ട്. ശവം വിപരീതം ശിവം. ഞാൻ ജഡമായ വസ്തു അല്ല എന്ന് മനസ്സിലാക്കാൻ അങ്ങനെയാവാം. അതുകൊണ്ട് അല്ലെങ്കിൽ വിഷ്ണു എന്ന് പേരെടുത്തോളൂ. ദേവേഷ്ടി സർവമിതം വിഷ്ണു എന്ന്. സർവ്വ ജന്തുക്കളിലും ജീവരൂപേണ അനുപ്രവേശിച്ചിരിക്കുന്നവൻ വിഷ്ണു എന്ന അർത്ഥത്തിലെടുത്തോളൂ. കുഴപ്പമില്ല. അല്ലാതെ എടുക്കരുത്. വൈകുണ്ഠവാസിയായ കൈലാസവാസിയായ അതൊക്കെ ബാലപാഠങ്ങൾ ഒന്നും ഇവിടെ പറയില്ല. പ്രമാണകർത്തയിൽ പറയാൻ പറ്റില്ല. പക്ഷെ ആ പദങ്ങൾക്ക് മറ്റൊരർത്ഥം കൂടിയുണ്ട്, ഒരു വലിയൊരർത്ഥം. അതിവിടെ വിചാരം ചെയ്യാം വേണമെങ്കിൽ. അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാ സമയത്തും എന്നെ ഇടവിടാതെ സ്മരിക്കുക എന്ന്. തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യജ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെ? ഗീതയില്. അവിടെ യുദ്ധം ചെയ്യാൻ പറഞ്ഞു, ഇവിടെ യുദ്ധം ചെയ്യാൻ പോണ്ട. ഇപ്പോഴത്തെ യുദ്ധം എന്താണോ അത് ചെയ്താൽ മതി. യത് കരോഷി യത് അജ്ഞാസി യത് ജുഹോഷി ദദാസിയത് യത് തപസ്യസി കൗന്ദേയ തത് കുരുക്ഷമതർപ്പണം. തത്കാലത്ത് അർജുനന് പണി യുദ്ധമായിരുന്നെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യാൻ പോണ്ട. എന്റെ യുദ്ധം എന്താണ്? ഇപ്പൊ എന്താണോ അത്. തത്കാലത്ത് ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന ആ കർമ്മം മേഖല ഏതാണോ അത് നന്നായിട്ട് ചെയ്യും. അത് ചെയ്യുന്ന സമയത്ത് എന്നെ ഓർമ്മിക്കുകയും ചെയ്യും. ഏതെന്നെ? തെറ്റിപ്പോരുതേ. ഏതെന്നെ? അവിടെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഭഗവാൻ ഒരു പേര് വിളിക്കും. അവജാനന്തി മാ മൂഢ മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്ദ. എന്റെ പരംഭാവത്തെ അറിയാത്തവർ എന്നെ
അവജ്ഞ ചെയ്യുന്നുവല്ലോ എന്ന് ഭഗവാൻ പറയും. അതുകൊണ്ട് ആത്മജ്ഞാനം സമ്പാദിക്കാൻ സാധനകൾ കൂടിയേ കഴിയൂ. എന്താണ്? നിരന്തരമായ അഭ്യാസം. എന്താണത്? അതിൽ മുഖ്യമാണ് ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് കേവലം ബുദ്ധിപരമായ ഒരു ധാരണ കൊണ്ടൊന്നും സിദ്ധിക്കാനില്ല. പിന്നെന്താ വേണ്ടത്? തീവ്രവും ശക്തിമത്തും ആയ അഭ്യാസം വഴിക്ക് ബ്രഹ്മാത്മൈക്യം അനുഭവിച്ചറിയേണ്ടതാണ്. അതിനുള്ള പ്രേരണയാണ് ഏത്? ഇതൊക്കെ തീവ്രമായി എപ്പോഴെങ്കിലുമൊക്കെ ആവട്ടെ, വീണ് കിട്ടിയാലാവാം, അങ്ങനെയല്ല. അവരെ സംസ്കൃതത്തിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്താ അറിയോ? ദീർഘസൂത്രീ. ആവാലോ, നമുക്കൊക്കെ ആവാന്നേ അല്ലേ? നാളെ സനാതനധർമ്മ പീഠത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമുക്കൊക്കെ ആവാലോ, കാലം ഇനിയില്ലേ, അങ്ങനെ എന്തുണ്ടാവും അല്ലേ? നമ്മളെ പോക്ക് അങ്ങനെയില്ലേ ഉണ്ടാവുക? നമ്മളിപ്പോഴത്തെ പോക്കല്ലാട്ടോ പറഞ്ഞത്. അത് നമ്മൾ അപ്പൊ എത്ര പെട്ടെന്ന് കഴിയും അത്രയും പെട്ടെന്ന് വേണമെന്നല്ലേ അല്ലേ? അതല്ലേ ചെയ്യേണ്ടത്? എല്ലാരും അങ്ങനെയല്ലേ ചെയ്യല്? എന്താ ഉറപ്പുള്ളത്? ഇന്നിപ്പോ നമ്മൾ പറയുന്ന, ഇന്നിപ്പോ നമുക്ക് അതിനു വേണ്ടി കൂട്ടു നിൽക്കുന്ന അതേ മനസ്സുള്ള ആചാര്യന്മാരോ അല്ലെങ്കിൽ അവര് നമ്മൾ കാത്തിരിക്കുന്ന കാലം വരെ അവരുണ്ടായിക്കൊള്ളുന്നുണ്ടോ? നമ്മൾ പറയാം സനാതന ധർമ്മപീഠം സ്ഥലമൊക്കെ അനുവദിച്ചു, ഇനി ഒരു 10 കൊല്ലം 10 15 കൊല്ലം ഇതൊന്നും നമ്മളൊന്നും വിചാരിച്ചിട്ടൊന്നല്ലോ ഇത്രയും കാലം ഇപ്പം അത് ഉണ്ടായിട്ടാണോ കഴിഞ്ഞത്? അതുകൊണ്ട് എന്താ, ഒരു 10 15 കൊല്ലം കഴിഞ്ഞോട്ടെ അല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ചിലപ്പോ ഇനി ഒരു പ്രളയം ഉണ്ടാവട്ടെ. കാരണം വെച്ചാല് അതിന് എത്രത്തോളം തീവ്രമായി അതിനു വേണ്ടി പ്രയത്നിച്ചുവോ ആ തീവ്രതയിൽ തന്നെ ഓരോ കാര്യം നടക്കണം. അപ്പോഴാണ് വേറെ ചിലർ പറയും അതൊക്കെ സമയവും കാലവും ആവുമ്പോഴേ നടക്കൂന്നേ. അങ്ങനെ ഉണ്ടായി. ഒരു ക്ഷേത്രത്തിൽ ഒരു പരിപാടി ഉണ്ടായപ്പോ ഒരു 9 കൊല്ലം കഴിഞ്ഞാൽ ഈ ക്ഷേത്രം നന്നാവുള്ളൂ എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞെന്നറിയോ? പ്രശ്നക്കാർ നമ്മളോട് ചോദിച്ചു. അതുകൊണ്ട് എന്തിനാ ഞങ്ങൾ ഇത്ര പ്രയത്നിക്കുന്നത്? ആ 9ാമത്തെ കൊല്ലം നോക്കിയാൽ പോരെ? നമ്മൾ പറഞ്ഞു നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ ചെയ്തേക്കുക. 9 കൊല്ലം കഴിഞ്ഞിട്ടേ ആവുള്ളൂ വെച്ചാൽ അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ ചെയ്യാൻ നമ്മളാരും ഉണ്ടായില്ലെങ്കിലോ? പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ ഇത് ചോദിക്കാനും ആളുണ്ടാവില്ലല്ലോ. ഇപ്പൊ ഇത് ചെയ്തു വെച്ചാൽ നമ്മളെ പണി കഴിഞ്ഞല്ലോ. പറഞ്ഞു മനസ്സിലായില്ലേ? നമ്മളായിട്ട് ചെയ്തു വെക്കേണ്ടതൊക്കെയാണ് ചെയ്തു വെക്കുക. 9 കൊല്ലം കഴിഞ്ഞിട്ടാണോ? ആയിക്കോട്ടെ, നമുക്കെന്ത് വേണം? അല്ലാതെ 9 കൊല്ലം കഴിഞ്ഞാലേ ആവുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ 8ാമത്തെ കൊല്ലം കഴിഞ്ഞിട്ട് പരിശ്രമിച്ചാൽ മതി എന്നല്ല. അങ്ങനെയാണ് പൊതുവെ ചെയ്യുക. അവരെ പറയുന്ന പേരാണെന്ത്? ദീർഘസൂത്രി. കയ്യിൽ തീക്കനൽ വന്ന് വീണ് കഴിഞ്ഞാല് കൈ വലിക്കണോ എന്ന് ചോദിക്കാറുണ്ടോ? ഉണ്ടോ? അതുപോലെ തീവ്രവേഗാനാമാസൻ. പെട്ടെന്ന് ഏത് കാര്യങ്ങളും എന്ത് വേണം? ഈശ്വരീയമായ കാര്യം എപ്പോ വേണം? ഇപ്പോ, നാളെയില്ല. നാളെയൊന്നും മാറ്റി വയ്ക്കാനില്ല, ഇന്നേ ഉള്ളൂ. സാധനാ കാര്യത്തിലും ഇതേ ഉള്ളൂ. നല്ലതാണെന്ന് തോന്നി ഇന്നാണ് ചെയ്തിരിക്കുക. ഒരു നല്ല കാര്യം ചെയ്യണം തോന്നി വിചാരിക്കുക, എന്തോ ആവട്ടെ, അത് ശാസ്ത്രം പറഞ്ഞോ നമുക്ക് തോന്നിയത് എന്തോ ആവട്ടെ, നല്ല കാര്യം എന്ന് പറഞ്ഞൊരു കാര്യം അത് ഇന്ന് ചെയ്യാൻ തോന്നി വിചാരിക്കുക, നാളെ ചെയ്യാൻ തോന്നിക്കൊള്ളണമെന്നുണ്ടോ? നാളെ ചെയ്യാൻ വിചാരിച്ചാൽ നാളെ ചെയ്യാൻ തോന്നിക്കൊള്ളണമെന്നുണ്ടോ? എന്താ ഉറപ്പുള്ളത്? ഇന്ന് ഞാൻ നല്ലത് ചെയ്യുന്നു തോന്നി, നല്ല ചെയ്യണം എന്ന് തോന്നി, അല്ലെങ്കിൽ ഇന്ന് കുറച്ച് നേരം ഈ ശാസ്ത്രം കേൾക്കണം, ഈ ഉപനിഷത്ത് കേൾക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകരണ ഗ്രന്ഥങ്ങൾ പഠിക്കണം എന്ന് നമുക്ക് തോന്നി വിചാരിക്കാം. ഇല്ല, അത് നാളെ ആക്കാം. നാളെ തോന്നിക്കൊള്ളണമെന്നുണ്ടോ? ഇന്ന് ചെയ്താലോ? സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹദോ ഭയാത്. കുറച്ച് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് വലിയൊരു കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കും, മോഹത്തായ വലിയൊരു ഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. അതുകൊണ്ട് എപ്പോഴാണോ തോന്നിയത് അപ്പൊ ചെയ്തേക്കൂ. പിന്നെ കിട്ടിക്കോളണമെന്നില്ല, പിന്നെ ചെയ്യാൻ തോന്നിക്കോളണമെന്നില്ല, നമ്മൾ തന്നെ ഉണ്ടായിക്കോളണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ബുദ്ധി ഉണ്ടായിക്കോളണമെന്നില്ല. എങ്ങനെയൊക്കെ ആവുമെന്ന് പറയാൻ വയ്യേ. പ്രാരബ്ധം എവിടെയൊക്കെ എത്തിക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇപ്പൊ നല്ലത് ചെയ്യാൻ തോന്നിയോ അപ്പൊ നല്ലത് ചെയ്തേക്കുക. അതിന്റെ ഗുണം എപ്പോഴുണ്ടാവും? എപ്പോഴും കൂടെ ഉണ്ടാവും. വലിയൊരു ഭയത്തുനിന്ന് പോലും അന്ന് ഞാനത് ചെയ്തതാണ്, അന്ന് ഞാനത് പഠിച്ചതാണ് എന്നൊരു ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് ആത്മജ്ഞാനം സമ്പാദിക്കാൻ സാധനകൾ കൂടിയേ കഴിയൂ. പക്ഷേ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് കേവലം ബുദ്ധിപരമായ ധാരണ കൊണ്ട് കാര്യമില്ല. ഇതിനെന്ത് വേണം? തീവ്രവും ശക്തിമത്തുമായ അഭ്യാസം വഴിക്ക് ബ്രഹ്മ ആത്മൈക്യത്വം
സാധിക്കേണ്ടതുണ്ട്, അനുഭവിച്ചറിയേണ്ടതുണ്ട്. അനുഭവിച്ചറിഞ്ഞിട്ട് അത് വിശ്രമം ഉണ്ടാവാവൂ. വിവിക്തദേശ ആസീനോ വിരാഗോ വിജിതേന്ദ്രിയഃ ഭാവയേദേകമാത്മാനം തം അനന്തമനന്യധീ. എന്താ പറയണത്? അങ്ങനെ ആത്മവിചാരം ചെയ്യണമെങ്കിൽ അനുകൂലമായ സ്ഥാനത്തിരിക്കണം എന്നാണ്. കുറച്ചൊക്കെ കാട്ടിലൊക്കെ പോകണം എന്ന്. അതുകൊണ്ട് മാർച്ച് മാസത്തില് ഡേറ്റ് എഴുതിയിട്ടുണ്ട് സ്വാമിജി. പറഞ്ഞ മനസ്സിലായില്ലേ? 2 ആഴ്ച അറിയോ? ഡേറ്റ് എഴുതിയിട്ടുണ്ട്. കുടജാദ്രിയിലേ സ്വാമിജി എല്ലാ വർഷവും പോകാറുണ്ട്. ആർക്ക് വേണ്ടിയാന്നറിയില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു ശ്ലോകത്തിന്റെ വ്യാഖ്യാനമായിരിക്കും അതെന്നൊരു സംശയമുണ്ട്. പറഞ്ഞ മനസ്സിലായില്ല? സിദ്ധനിഞ്ഞൊന്നും സിദ്ധിക്കാനൊന്നുമില്ലല്ലോ, സാധകന് വേണ്ടിയിട്ടായിരിക്കും. ആണെങ്കിൽ അല്ലേ ഈ ശ്ലോകം പഠിപ്പിക്കുന്നതിന് പകരമായിരിക്കില്ലേ ചിലപ്പോൾ അത്. അല്ലെങ്കിൽ എന്തിനാ ഈ തിരക്കിട്ട സമയത്ത് ഇപ്പോ അതിനോടെന്ന് ചോദിച്ചാൽ അല്ലേ? എന്നാലും ആരും സ്വാമിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാ സ്വാമി ചോദിക്കോട്ടെ, ഞാനില്ല. മനസ്സിലായില്ല? അങ്ങനെ പലരും വിചാരിച്ചിരിക്കാറ്. ഇവിടെയും പറയുന്നത് എന്താണ്? അപ്പോഴാ പറയുന്നത് വിജനസ്ഥലത്തിരുന്ന് ചിലപ്പോ അനുകൂലമായ സാഹചര്യമൊക്കെ നോക്കണം എന്നേ. അല്ലാതെ എല്ലാ തിരക്കിന്റെ ഇടയിൽ ഇരുന്നാൽ തന്നെ എനിക്ക് കഴിയുന്നൊക്കെ പറഞ്ഞാൽ അത് കഴിയണവരൊക്കെ ഉണ്ടാവും, ഇല്ല എന്നും പറയണില്ല. പക്ഷേ അതൊന്നും വിചാരം ചെയ്യാൻ ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് വിജനമായ സ്ഥലത്ത് പോയിരിക്കുകയൊക്കെ വേണം. അതിന് പറ്റിയ കാടുകളൊക്കെ ഒന്നുണ്ട്. എന്നിട്ട് അന്യചിന്തയില്ലാതെ അനന്തവും ഏകവുമായ ആത്മാവിനെ ധ്യാനിക്കണം. അവിടെ പോയിട്ട് വേറെ ഒന്നും കാണാനൊന്നുമില്ല. പിന്നെന്താ? തന്നെ കുറിച്ച് ചിന്തിക്കാനാ പോണത്. ഇവിടെയോ? ഇവിടെ പലതും ഉണ്ടാവും. ഉള്ളിൽ നിന്ന് ചിലതിനെയൊക്കെ പുറത്താക്കാൻ പറ്റിയ സ്ഥലം അവിടെയാണ്. അതാണല്ലോ ധ്യാനത്തിലൊക്കെ ഏറ്റവും നല്ലത്. എന്താ ആദ്യം വേണ്ടത്? അതിനുള്ള പ്രക്രിയയാണ്, അതിനുള്ള തയ്യാറെടുപ്പാണ്. ഇങ്ങനെ ഭാര്യ, ഭർത്താവ്, കുട്ടികള്, വീട്, ചട്ടി, കലം ഇതൊക്കെ പുറത്താക്കുക. ഉള്ളുന്നേ, വീട്ടിൽ നിന്ന് പുറത്താക്കല്ല, അവനവന്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കുക. അതിനാണ് നിരന്തരം എന്ന് പറഞ്ഞത്, നിശ്ചിതം എന്ന് പറഞ്ഞത്, നിയമിതം എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും എന്നെങ്കിലും അല്ല, നിത്യവും ഒരു സമയത്ത്. അപ്പൊ പറയും ആൾക്കാർ പറയും, എന്ത് വീട്ടില് അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അല്ലേ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി 90 ഡിഗ്രി ഇരിക്കുകയാവും, നമ്മൾ അങ്ങോട്ട് ശല്യം ചെയ്യാൻ പോകണ്ട, അവരൊഴിവാക്കി, നമുക്ക് ഒഴിവാക്കാൻ എളുപ്പമായി. അതെ, ഒരു നിശ്ചിത സമയമായാൽ എപ്പോഴെങ്കിലും തോന്നിയോണൊക്കെ ആണെങ്കിൽ എന്തുണ്ടാവും? അവിടുന്ന് വിളി, ഇവിടുന്ന് വിളി, ഉള്ളുന്ന് വിളി ഒക്കെ വരും. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പ്രകൃതി ശാന്തമായ സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ തന്നെ ശല്യം ചെയ്യാത്ത ഒരു നിശ്ചിതമായ സമയത്ത്, ഉള്ളിൽ നിന്നും പറയുന്ന ഒരു സമയം. ഓരോ പ്രക്രിയയും എന്തുണ്ട്? ശാരീരികമായ ഓരോ പ്രവർത്തനങ്ങളും സമയത്തെ അപേക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാഥമിക തലത്തിൽ സമയത്തെയും കാലത്തെയും ദേശത്തെയും ഒക്കെ അപേക്ഷിച്ചുകൊണ്ട് തന്നെ ഏത് വേണം? തന്നെ കൊണ്ട് തന്നെ അറിയാൻ, വിചാരം ചെയ്യാൻ പരിശ്രമിക്കണം എന്ന് പറയുക. ആ ശ്ലോകം 38 നമ്മൾ ചൊല്ലിയിട്ടില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഓം ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സനാതന ധർമ്മ പരിഷത്ത് 19